അപ്പോൾ ഈ ഫലസ്തീൻ ക്രോണിക്കിൾ പറഞ്ഞ അവരുടെ വെബ്സൈറ്റിൽ ഇങ്ങനെ ഒരു സാധനം വരുന്നുണ്ട്. അതായത് നമ്മൾ സാധാരണ പറയാറുണ്ട്, ഞാൻ ആദ്യം വിചാരിച്ചിരുന്ന ആളുകൾ ഇങ്ങനെ വെറുതെ പറഞ്ഞു പോലാണ്. കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ ഫേക്ക് ന്യൂസ് ഒക്കെ പറഞ്ഞുകൊണ്ട് എല്ലാത്തിൻ്റെയും സോഴ്സുകൾ ഇങ്ങനെ തപ്പി പോകാൻ ഇങ്ങനെ നോക്കി. അപ്പോൾ നോക്കുമ്പോൾ ഫലസ്തീൻ ക്രോണിക്കിളിൽ വന്ന ഒരു ആർട്ടിക്കിളാണ്. അതായത് ഫലസ്തീനിലെ ഡെൻസിറ്റി അതിനെ പരിശോധിച്ച് നോക്കിയാൽ ഇത്രയും ഹഫാദുകളുള്ള അത്രയും പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ വേറെ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷൻ. ഇപ്പോൾ നമ്മൾ ഈ വിഷയം പഠിക്കുമ്പോൾ തന്നെ നമ്മളേറ്റവും കോറായിട്ടുള്ള സബ്ജക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഫലസ്തീനികളൊക്കെ ഹാഫിദ് ആകുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ ഹാഫിദ് ആകുന്നു. ഈ നമ്പർ നമ്മളിങ്ങനെ കേൾക്കുകയാണ്. അപ്പോൾ ഞാൻ അങ്ങനെ അന്വേഷിച്ചു, ഇതിപ്പോൾ നമ്മൾക്കൊരു ഫാക്ട് ചെക്കിങ് നടത്തണമല്ലോ, ശരിക്കും എന്തൊക്കെയാണ്. ഇപ്പോൾ നമ്മൾ ഇത്രയും ആയത്തുകളും ഈ സാധനങ്ങളൊക്കെ റിഫ്ലക്റ്റ് ചെയ്യണമെങ്കിൽ പെട്ടെന്ന് ഒരു സമൂഹം അങ്ങനെ ആയി മാറില്ല, അതിന് കാരണങ്ങളുണ്ടാവും. അപ്പോൾ ഞാൻ അങ്ങനെ അന്വേഷിച്ചു എന്താണ് ചരിത്രപരമായിട്ട് ഫലസ്തീനിൽ എന്ത് മാറ്റാൻ നടന്നത്, ഇങ്ങനെ ആളുകൾ ഇത്രത്തോളം ഖുർആനെ സ്വീകരിക്കാൻ എന്താ അവർ ചെയ്തതെന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഈ ഫലസ്തീനിൽ പൊതുവേ പറയാറുള്ളത് ഫലസ്തീനികൾ മുമ്പ് ഇങ്ങനെ ആയിരുന്നില്ല എന്ന് പറയും. ഇപ്പോൾ ചരിത്രത്തിൽ മുക്കാവമത്ത് വരുന്നതിന് മുമ്പ് പൊതുവെ പറയാറുള്ളതാണ് എത്രത്തോളം കുറച്ചും കൂടി മറ്റ് ഐഡിയകൾക്കൊക്കെ പ്രാമുഖ്യം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. 1992 ദാറുൽ ഖുർആനിൽ കരീം വസുന്ന എന്ന് പറഞ്ഞിട്ടൊരു ഒരു സംവിധാനം അവിടെ ഉണ്ടാകുന്നുണ്ട്. ആ സംവിധാനത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഒരു വീട്ടിൽ ഖുർആൻ അറിയാത്ത പഠിക്കാത്തൊരു വീടുണ്ടാവരുത്. ആ വീട്ടിലെ ഒരു വ്യക്തിയെങ്കിലും ഹിഫ്ള് ചെയ്തിരിക്കണം എന്നുള്ളൊരു സംവിധാനം. ദാറുൽ ഖുർആനിൽ കരീം വസുന്ന എന്ന് പറഞ്ഞിട്ടൊരു പ്രാഥമികമായിട്ടുള്ള ചെറിയ സെറ്റപ്പായിരുന്നു. അത് പിന്നെ വികസിക്കുന്നുണ്ട്. ആദ്യം കുറച്ച് ക്ലാസ്സുകളായിരുന്നു, ഹിഫ്ള് ക്ലാസ് ആയിരുന്നു, പിന്നെ തജ്വീദായിട്ട് മാറുന്നുണ്ട്, പിന്നെ ഹദീസ് പഠിപ്പിക്കുന്ന രീതിയിലേക്ക് മാറുന്നുണ്ട്. അത് വികസിച്ച് പല രീതിയിൽ ഇപ്പോൾ നമുക്കൊക്കെ ഏറ്റവും ആപ്റ്റായിട്ട് സ്വീകരിക്കാൻ പറ്റുന്നൊരു സിസ്റ്റമാണത്. എന്ന് പറഞ്ഞാൽ അവർ ഹോസ്പിറ്റലുകളിൽ സെഷൻ നടത്തും, വീടുകളിൽ സെഷൻ ഉണ്ടാവും, ഏതൊക്കെ സ്ഥലങ്ങളുണ്ടോ അവിടെയൊക്കെ സെഷനുകൾ നടത്തും. ഇനി ഈവൻ സിർജിനിൽ പോലും അവിടെ സെഷൻ നടത്തും. അങ്ങനെ ഇപ്പോഴത്തെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു, മാസ് മെമ്മറൈസേഷൻ ക്യാമ്പയിൻ. എല്ലാവരും കൂട്ടം കൂടിയിട്ട് എല്ലാവരും ഇപ്പോൾ അൽ ജസീറ റിപ്പോർട്ട് ഉണ്ട് ഈ സംഭവം. ഇപ്പോൾ സഫ പറഞ്ഞാൽ തന്നെ കുറേ ഫലസ്തീനികൾ ജയിലിലാണല്ലോ. ജയിലിൽ എന്ത് ചെയ്ത് മദ്രസ യൂസുഫിയ എന്നൊരു സംരംഭം. മദ്രസ യൂസുഫിയ എന്ന് പറഞ്ഞാൽ യൂസുഫ് അലൈഹി സ്വലാമിനെ എടുക്കുകയാണ്. യൂസുഫ് നബി എന്താണ്, യൂസുഫ് നബി ജയിലിൽ കിടന്നാണല്ലോ. ഓക്കെ, നമ്മളും ജയിലിലാണുള്ളത്. മദ്രസ യൂസുഫിയൻ്റെ കീഴിൽ ജയിലിലെ ആൾക്കാർ ഖുർആൻ പഠിക്കുകയാണ്. ഇന്നാൾ കൈമാറ്റം നടന്നല്ലോ, നമ്മൾ സീസറിന് ശേഷം എത്ര ആൾക്കാർ കൈമാറും. അപ്പോൾ ഈ കൈമാറിയ ആൾക്കാർ ഫസ്റ്റ് ചെയ്യുന്ന പണി എന്താ വെച്ചാൽ ഇവരെ ഹുഫാദാക്കിയ സെറിമണിയാണ്. അത് ഇവർ ജയിലിന് ഹാഫ്ലിങ്ങളായി. അപ്പോൾ മദ്രസ യൂസുഫിയ ഈ 1992 ഈ സംവിധാനം തുടങ്ങിയില്ലേ, ഇതിന്റെ ബാക്കിയാണ് ഈ പറഞ്ഞ പോലെ ഈ പരിപാടി. ഇതിന് ഒരുപാട് സംവിധാനങ്ങളിലേക്ക് ഇത് മാറുന്നുണ്ട്. 2008 ഇത് താജുൽ വക്കാർ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം വരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തുർക്കിയിലൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സിസ്റ്റം. അതായത് ഇപ്പോൾ നമ്മളൊരു 30 കുട്ടികൾ എന്ത് ചെയ്യുക, ഒരു ക്യാമ്പിൽ വിടുക. താജുൽ വക്കാർ എന്നാണ് ആ ക്യാമ്പിൻ്റെ പേര്. ആ ക്യാമ്പിൽ ഒരാഴ്ച എത്ര ദിവസം എന്ന് വെച്ചാൽ അത്രയും ഖുർആനുമായിട്ട് ലയിച്ച് കുട്ടികൾ ഇങ്ങനെ എൻഗേജ് ചെയ്ത് പഠിച്ച് താജുൽ വക്കാർ പരിപാടി ഇങ്ങനെ ഇത് മാത്രമേ അതിൻ്റെ എല്ലാ അന്തരീക്ഷങ്ങളുണ്ടാവും, നമസ്കാരങ്ങളുണ്ടാവും, ഒരുപാട് പണ്ഡിതന്മാരുണ്ടാവുമല്ലോ കൂടെ, അവിടെ പഠിപ്പിക്കാൻ കുറേ ആൾക്കാരുണ്ടാവും, ഒരേ ഏട്ടന്മാർ കുറേ ബ്രദേഴ്സ് അവിടെ ഉണ്ടാവും. അങ്ങനെ ഒരു ക്യാമ്പ് സിസ്റ്റം ഞാൻ പറഞ്ഞിരുന്നതാ, എല്ലാ പള്ളികളിലും അങ്ങനെ ഒരു ക്യാമ്പ് നടത്താൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ താജുൽ വക്കാർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ കിരീടത്തിനെ സൂചിപ്പിക്കുന്നത്. ഈ ഖുർആൻ പഠിച്ച ആളുകളുടെ മാതാപിതാക്കൾക്ക് കൊടുക്കുന്ന കിരീടത്തിനെ കുറിച്ചാണ് താജുൽ വക്കാർ എന്ന് പറഞ്ഞാൽ. അപ്പം ഇത് ഫലസ്തീനിൽ നടത്തി, ഫലസ്തീനിൽ വമ്പം വിജയമായി. അതിനുശേഷം പുറത്തേക്ക് എത്താൻ തുടങ്ങി. പിന്നെ ഇത് ഓൺലൈനിൽ സൈറ്റ് തുടങ്ങി. ഓൺലൈനിൽ സൈറ്റ് തുടങ്ങി 10,000 ആൾക്കാരെ ഈ ഖുർആൻ പഠിക്കാനും ഇതൊക്കെ സംവിധാനം എടുക്കുന്നത് ആരാണ്, ഫലസ്തീനിലുള്ള ആളുകളാണ്. വലിയ സിസ്റ്റമായിട്ട് ഇത് മാറുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് 2023 മുതലൊക്കെ ഈ സഫഹത്തുൽ ഹുഫാദ് പറഞ്ഞിട്ട് ഒരു സംവിധാനം പോലെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ ഇതിൽ നിന്നൊക്കെ ഹാഫിളായ ഒരുപാട് മർക്കസുകളുണ്ട്, ഒരുപാട് സിസ്റ്റങ്ങളുണ്ട്. ഇവിടെ നിന്നൊക്കെ ഹാഫിളായ ആളുകൾക്ക് തിരിച്ച് തദബ്ബുർ നടത്താനോ അല്ലെങ്കിൽ ദൗറ ചെയ്യാനൊക്കെ ഉള്ളൊരു സിസ്റ്റം, ഈ ഹുഫാദുകളെ സംരക്ഷിക്കാനുള്ള ഒരു സിസ്റ്റമായിട്ടാണ് ഇപ്പോൾ വർഷത്തിൽ എത്രയോ ആളുകൾ കൂടിയിട്ട് ഒപ്പം ഒരു ദിവസം ഇരുന്നിട്ട് ഖുർആൻ മൊത്തം ഓതി തീർക്കുക. ആ ഫോട്ടോ ഞാൻ കണ്ടിരുന്നത്. അതായത് ഒരു പള്ളിയിൽ നിറച്ച ആളുകൾ, ഞാൻ കണ്ട ഫോട്ടോയിൽ പള്ളിയിൽ നിറച്ച ആൾക്കാർ ഇങ്ങനെ സൊഫയിൽ ഓപ്പോസിറ്റ് ആയിട്ട് ചെറിയ കുട്ടികൾ മുതൽ വലിയ വയസ്സന്മാരുണ്ട്, സ്ത്രീകളുണ്ട്, എല്ലാവരും ഉണ്ട്. വട്ടത്തിലല്ല ഇങ്ങനെ ഓപ്പോസിറ്റ് ഇങ്ങനെ ഇരുന്നിട്ട് രാവിലെ മുതൽ അന്ന് വൈകുന്നേരം രാത്രി വരെ ഇങ്ങനെ ഇരുന്ന് ഹിഫ്ള് തീർക്കും. ഒരു ദിവസം 1400 ആളുകൾ വന്ന ക്യാമ്പ് വരെയുണ്ട് ഒരു ദിവസം. അതായത് മുഴുവൻ ഓതാൻ വേണ്ടി വന്നവരാ. അതിലാണ് ഇപ്പം നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും യൂട്യൂബിലൊക്കെ ഒരു വീഡിയോ ഭയങ്കര വൈറലായിരുന്നു. ഒരു ഖുർആൻ ഇങ്ങനെ ഫുള്ള് ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു ഖുർആൻ, ആയത്തിന്റെ ഡോട്ടുകൾ മാത്രമുള്ള ഒരു ഖുർആൻ ഒരാൾക്ക് ഇങ്ങനെ കൊടുക്കും, എന്നിട്ട് ചോദിക്കും, ഇങ്ങനെ തുറന്നിട്ട് റിഫ്ലക്ട് ചെയ്യാൻ പറയുമ്പോൾ ആകെ കരയും. കാരണം എന്താ വെച്ചാൽ ഖുർആൻ ഹൃദയത്തിൽ നിന്ന് വാങ്ങിയാൽ എങ്ങനെയാവും എന്നുള്ളത് സൂചിപ്പിക്കാൻ ആയത്തുകളില്ലാത്ത ഖുർആൻ ഇങ്ങനെ കൊടുത്തിട്ടൊരു ടെസ്റ്റ് നടത്തുന്നുണ്ട്. ആ ടെസ്റ്റ് ഈ ക്യാമ്പിലുള്ള
പഠിച്ചു പോയ കുട്ടികൾക്ക് നടത്തിയ ടെസ്റ്റ് ആയിരുന്നു. ഒരു പഠിച്ചു പോയ കുട്ടികളെ തിരിച്ചു വിളിക്കും ഇതിൻ്റെ ആൾക്കാർ ഓർഗനൈസേഴ്സ്, എന്നിട്ട് ഇവരോടൊന്നും പറയില്ല എന്താണ് ടെസ്റ്റ് എന്നൊന്നും പറയില്ല, ഇൻ്റർവ്യൂക്ക് വിളിച്ചിരുത്തിയിട്ട് ബ്ലാങ്ക് ആയിട്ടുള്ള ഈ ഖുർആൻ പോലെ കൈ കൊടുക്കും. ഒരു തുറക്കുമ്പോൾ ഓലാകെ എല്ലാവരും കരയും, ഒന്നടങ്കം എല്ലാവരും കരയും. കാരണം ഒരവസ്ഥയെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഖുർആൻ ഇല്ലാത്ത ഹൃദയം ഇതേപോലെ ആണെങ്കിലോ പരലോകത്തും ഈ ആയത്തുകളൊക്കെ മങ്ങിയിട്ട് ഒരു ഉപകാരം ഇല്ലാതെ പരലോകത്തെത്തുന്ന അവസ്ഥക്കാർ അങ്ങനെ പറയല്ലേ സാധാരണ. എനിക്ക് വൈഫാണോ സഹിയാണോ അറിയില്ല, ഈ ഖിയാമത്താവാൻ നേരം ഇതിന്റെ ആയത്തുകളൊക്കെ അതുണ്ട്. ഈ ഹാഫിലിങ്ങളെ പറ്റി പറഞ്ഞപ്പോഴാണ് എനിക്കൊരു ഉമ്മ കരീമ അബൂ സഹ്മ എന്നുള്ള ഒരു 50 വയസ്സുള്ള ഒരു ഉമ്മ ഹാഫിദത്താണ്, കണ്ണ് കാണൂല. ഖാൻ യൂണിസിൽ 20 വർഷമായിട്ട് പെൺകുട്ടികൾക്ക് ഹിഫ്ദ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, കണ്ണ് കാണൂല. അപ്പം ഈ അബൂ സഹ്മക്ക് പറയേണ്ടത്, അതായത് എൻ്റെ ലൈഫിൽ എനിക്ക് പലരും നിരാശ വന്നിട്ടുള്ളൂ, ഓരോന്ന് പഠിക്കുമ്പോഴൊന്നും ആരും ഇതില്ല. എനിക്ക് കോൺഫിഡൻസ് കിട്ടി തുടങ്ങിയത് ഖുർആൻ പഠിക്കുമ്പോഴാണ്. എന്നിട്ട് ഈ ഉമ്മാനെ പറ്റിയിട്ട് അൽ ജസീറയിലൊരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്. ഈ ഉമ്മ അബൂ സഹ്മ ഉമ്മ ദിവസവും ഏകദേശം 7 ജുസ്, അതായത് ഖുറാൻ്റെ ഏകദേശം പകുതി കാൽഭാഗം എന്ത് ചെയ്യും, 4 ദിവസം കൊണ്ട് ഖത്ം തീർക്കും ഈ ഉമ്മ. ഏത് ഖാൻ യൂണിസിലാണ്. നമ്മൾ പലപ്പോഴും പല പ്രശ്നങ്ങൾ പോകുമ്പോൾ ഖാൻ യൂണിസിൽ പോകുമ്പോഴത്തേക്ക് ഈ ഖാൻ യൂണിസിൽ 20 വർഷമായിട്ട് എന്നിട്ട് ഏകദേശം 100-ൽ കൂടുതൽ ഹാഫിലത്തുകൾ എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഉമ്മ ഉണ്ടാക്കിയിട്ടുണ്ട്, കണ്ണ് കാണില്ല. ഈ ഒക്ടോബർ 7 മുമ്പ്, അത് മുർസിൻ്റെ ടൈം ഉണ്ടായല്ലോ 2013, മുർസി വന്നപ്പോൾ റഫാ ബോർഡർ തുറന്നിട്ടുണ്ട് ഫലസ്തീനിലേക്ക് സഞ്ചരിക്കാൻ. അപ്പോൾ പല റമദാനുകളിലും പെണ്ണുങ്ങളായിട്ടുള്ള ഹാഫിലിങ്ങൾ ഈ ഉമ്മയാണ് തുർക്കി പോലത്തുള്ള പല രാജ്യങ്ങൾക്കും അയച്ചു കൊടുത്തത് ഹാഫിലത്തുകളാണ്, കണ്ണ് കാണൂല. അപ്പോൾ ഈ ഉമ്മ പറയുന്നത്, അബൂസമ്മ പറയുകയാണ് എൻ്റെ സന്തോഷം എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ ഖുർആൻ ഓതും, മക്കൾക്ക് ഖുർആൻ ഓതി കൊടുക്കും. റിപ്പോർട്ടറിന് പറയുന്നുണ്ട് ചെറിയ പെൺകുട്ടികൾ എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഖുർആൻ ഓതി കൊടുക്കുകയാണ്. ഈ നേരത്തെ പറഞ്ഞ അതേ സിസ്റ്റത്തിൽ അങ്ങോട്ട് രായത്ത് ഓതി കൊടുക്കുക, ഇങ്ങോട്ട് രായത്ത് ഓതി കൊടുക്കുക. ഈ ഗസയിലെ ഹാഫിളിങ്ങൾ പറഞ്ഞാൽ ഭയങ്കര പേരുള്ള ഡിമാൻഡുള്ള ഹാഫിളിങ്ങളാണ്. അപ്പോൾ ഈ മുർസിൻ്റെ സമയത്ത് താൽക്കാലികമായിട്ട് തന്നെ അത് തുറന്നു കൊടുത്തിരുന്നല്ലോ റഫാ ബോർഡർ. അപ്പോൾ ആ സമയത്ത് മലേഷ്യ, ഇന്തോനേഷ്യ, തുർക്കി രാജ്യങ്ങളിലൊക്കെ ഗസയിലുള്ള ഹാഫിളിങ്ങൾ പോയിരുന്നു തറാവിയിലേക്ക് ഇമാമുക്കാൻ വേണ്ടിയിട്ട്. അത് ഭയങ്കര ഫേമസ് ആയിരുന്നു. പിന്നെ ഇപ്പോഴത്തെ ഒരു കുട്ടി ഇങ്ങനെ പറഞ്ഞു എനിക്ക് അങ്ങനെ പൂതി ഉണ്ട് പോകാൻ, കാരണം റഫാ ബോർഡർ ക്ലോസ് ആണ്, കഴിയൂല. അതിൽ ഇങ്ങനെ ഇപ്പം ഉമ്മൻ്റെ പറഞ്ഞപ്പോഴാണ് ഞാനൊരു വീഡിയോ ഉണ്ടാകുന്നത്, 6 പെൺകുട്ടികൾ ഒരു ഹാഫിളാണ്. അപ്പോൾ ഓരെന്താ വെച്ചാൽ ഇവർക്ക് അവിടെ പള്ളിയില്ല, അപ്പോൾ ഇങ്ങനെ ടെൻറ്റ് മോസ്ക് എന്ന് പറയാം. ആ ടെൻറ്റ് മോസ്ക് പോയിട്ട് ഒരു ദിവസം മൊത്തം ഇത് ഖുർആൻ മൊത്തം ഓതി തീർക്കുക. എന്നിട്ട് ഇങ്ങനെ ഫസ്റ്റ് വന്നിട്ടുണ്ട് വെച്ചാൽ ടൈമർ വെക്കും എത്ര മണിക്കൂർ കൊണ്ടാണ്, അതിൻ്റെ ഇടയിൽ വെള്ളം കുടിക്കുന്നുണ്ട്, ഫുഡ് കഴിക്കുന്നുണ്ട്, എന്നിട്ട് എത്ര ടൈം കൊണ്ടാണ് ഓതി തീർക്കുന്നതല്ലേ. അപ്പോൾ ആ വീഡിയോ നോക്കുമ്പോൾ ചുറ്റും നോക്കുമ്പോൾ കുറേ ചെറിയ മക്കൾ മുതൽ വലിയ വയസ്സായ ആൾക്കാരുണ്ടാവും, അവർ വരെ ഇങ്ങനെ ഖുർആൻ ഇങ്ങനെ ദൗറയും ഇതൊക്കെ ഇങ്ങനെ പാരായണം ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത്. അതായത് ഓരോ മെയിൻ സാധനം എന്താ വെച്ചാൽ ഓരെ സംബന്ധിച്ചിടത്തോളം ഓരോ ഹൃദയത്തിന് എന്താണ് ഖുർആനാണ് ഷിഫ. ഇപ്പം അള്ളാഹു പറയുന്നുണ്ടല്ലോ, യാ അയ്യുഹന്നാസ് ഖദ് ജാഅത്കും മൗഇദത്തും മിർ റബ്ബിക്കും വശിഫാഉൽ ലിമാ ഫിസ് സുദൂർ. നിങ്ങളുടെ ഹൃദയത്തിനുള്ള ഷിഫയാണ്. ഏത് ഫലസ്തീൻ എടുത്തു നോക്കുകയാണെങ്കിലും ഓര് പറയാൻ ഞങ്ങൾ സാന്ത്വനം കണ്ടെത്തുന്നത് ഖുർആൻ ഓതിയിട്ടാണ്, ഞങ്ങൾ സന്തോഷം കണ്ടെത്തുന്നത്. കരീമ ഷാമ അവരും പറയുന്നുണ്ട്, ഞങ്ങൾ അത്രയും പ്രഷറിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്, അത്രയും പ്രയാസത്തിലാണ് ഞങ്ങൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷെ ഞങ്ങൾക്ക് ആകെ ഒറ്റ കൺസോളേഷൻ, ആകെ സമാധാനം തരുന്ന ഒന്നേ ഉള്ളൂ, അത് ഈ ഖുർആനാണ്. ഈ മറ്റേ റസായിലുൽ ഖുർആൻ വളരെ പ്രസിദ്ധമാണത്. അദ്ദേഹം ഷർക്കാവിൻ്റെ, ഞാൻ ഈ ഒരു വർഷം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് ചെയ്തതിന് ശേഷം ഏറ്റവും കൂടുതൽ വായിക്കാൻ ശ്രമിച്ച പുസ്തകങ്ങൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഷർക്കാവിൻ്റെ പുസ്തകം. ഈ കഴിഞ്ഞ റമദാൻ എനിക്ക് ഓർമ്മയുണ്ട്, ഇവന് ഇരുന്നിട്ട് ഇങ്ങനെ വായിക്കൂ. അത് നമുക്ക് ഭയങ്കര റിഫ്ലക്റ്റിംഗ് ആയിട്ട് തോന്നും, നമ്മളെ ജീവിതത്തിൽ ഭയങ്കര കണക്ഷൻ ആയിട്ട് തോന്നും. കാരണം എന്താ വെച്ചാൽ മൂപ്പരന്നെ അതിങ്ങനെ പറയുന്നുണ്ട്. ബേസിക്കലി ഒരു ഐഡിയ കൊടുത്തു. റസായിലുൽ മിനൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ ഒരു ഹമാസ് ഒരു പ്ലാൻ, ഇസ്രായേലിനെ ആക്രമിക്കുന്ന ഒരു പ്ലാന്, കുറെ മോണിറ്റർ മിസൈലൊക്കെ ഉള്ള ഒരു പ്ലാനിൽ ടാബ്ലുമുള്ള ഒരു പുസ്തകമാണ്. അതായത് ആ പ്ലാൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ആ പുസ്തകം കണ്ടു. അതായത് അങ്ങനെ ഒരു വീഡിയോ അൽ ജസീറയിൽ പുറത്തു വന്നിരുന്നു. അപ്പോൾ ആ വീഡിയോയിലുള്ള ഒരു ഫ്രെയിമിൽ ഇവരിങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബങ്കറിൽ ഇരുന്നിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരെ സൈഡിൽ കുറച്ച് കിതാബുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ മെയിൻ ആയിട്ടുള്ള വെള്ള ചട്ടയിൽ ഷെയ്ദായ സമയത്ത് യഹ്യ സിൻവാറിന്റെ കുറച്ച് സാധനങ്ങൾ ഉണ്ടായിരുന്നു. അതിലും മുട്ടായി എന്തൊക്കെയോ നമ്മളിപ്പോ ട്വിറ്ററിൽ ഒരു ഫോട്ടോ വന്നാൽ എന്തൊക്കെ തരത്തിലുള്ള ഡെഫിനിഷൻ. അതേപോലെ ഈ ചിത്രം ഭയങ്കര ട്രെൻഡിങ് ആയി. അപ്പോൾ ആൾക്കാർ മുഴുവൻ ഈ പുസ്തകം അന്വേഷിക്കാൻ തുടങ്ങി. അന്ന് പറയപ്പെടുന്നത് നെറ്റിൽ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യപ്പെട്ട വാക്ക് റസായിലുൽ ഖുർആൻ. എന്നിട്ട് ഓതറൈസേഴ്സ് പറയുന്നുണ്ട് ഞങ്ങൾ എത്രയും പെട്ടെന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്ന ന്യൂസൊക്കെ ഉണ്ടായിരുന്നു. റസായിലുൽ ഖുർആന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഷർക്കാവി എന്ന് പറഞ്ഞാൽ ഈ അദബിൽ, ഈ സാഹിത്യത്തിൽ, അറബി സാഹിത്യത്തിലൊക്കെ മാസ്റ്റേഴ്സ് ചെയ്ത ആളാണ്. അപ്പോൾ
ഇദ്ദേഹത്തിൻ്റെ ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ആയത്തുകൾ ഇപ്പോൾ ഓരോ ആയത്തിൻ്റെ ഓരോ സെഗ്മെൻ്റ് ഒക്കെ ആയിരിക്കും, ഫുൾ ആയത്തൊന്നും ചിലപ്പോൾ ഉണ്ടാവില്ല. ഈ ആയത്തുകൾ ഡെയിലി ലൈഫിൽ എങ്ങനെയാണ് കണക്ട് ചെയ്യാൻ പറ്റുക, ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ അതിൻ്റെ ചിലപ്പോൾ തഫ്സീർ ഉണ്ടാവില്ല, അല്ലെങ്കിൽ അതിൻ്റെ സബബ് നുസൂലുകൾ ഉണ്ടാവില്ല, അതിൻ്റെ ആയത്തിൻ്റെ വിശദീകരണങ്ങൾ ഒരുപാടൊന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ഈ ആയത്ത് കണക്ട് ചെയ്യാൻ പറ്റുന്നത്? ഏതെങ്കിലും ഒരു ആയത്ത് എടുത്തിട്ട് ഫലസ്തീനികളെ സംബന്ധിച്ചിടത്തോളം എല്ലാ ആയത്തും കണക്ട് ചെയ്യാൻ പറ്റും. എല്ലാ ആയത്തും ഓരോ ജീവിതത്തിൽ ഓൾക്ക് സമാധാനം നൽകുന്നതായിരിക്കും. ഓരോ വിഷമങ്ങളിൽ ഓൾക്ക് ഇങ്ങനെ സമാധാനം നൽകുന്ന ആയത്തുകളായിട്ട് ഈ ആയത്തുകൾ ഇങ്ങനെ കാണാൻ പറ്റും. അങ്ങനെ എല്ലാ ആയത്തുകളും ഓൾക്ക് ഒരു ദുഃഖം വന്നു, ഒരു ബോംബ് വന്നു, ഒരു ഖുർആൻ ആയത്തുണ്ട് ഓലെ കൺസോൾ ചെയ്യാൻ. ഏതെങ്കിലും അർത്ഥത്തിൽ വിഷമം അനുഭവിച്ചു, ഭക്ഷണമില്ല, ഒരിക്കൽ ഖുർആനായത്തുകളുണ്ട് വിഷമം കിട്ടാൻ വേണ്ടി. കുട്ടിന്റെ വീഡിയോ എങ്ങനെ കണ്ടിരുന്നു, ആ കുട്ടിന്റെ കൈ ഇങ്ങനെ ആകെ മുറിഞ്ഞ് ഇതായിട്ടുണ്ട്. അപ്പോൾ ഓനിങ്ങനെ ഓരിങ്ങനെ വെള്ളം വെച്ചിട്ട് ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഇങ്ങനെ നിന്നിട്ട് ഓതാണ് കാനു ഖലീലം മിനല്ലൈ, അങ്ങനെ കേട്ടിട്ട് ഞാൻ അല്ലാ എന്ത് രസത്തിലോ ഓതുന്നു. അത് ഇവിടൊക്കെ പോയിക്കണം, എല്ലാം പോയിക്കണം. അതിങ്ങനെ ഡ്രസ്സ് ചെയ്ത് കൊടുക്കണം നേഴ്സുകൾ, കിടന്ന് പോലെയുണ്ട്. ഇവൻ വളരെ രസം, ഓത്തേക്കൾ രസം. ഞാൻ പിന്നെ അവനെ ഫുൾ സെർച്ച് ചെയ്ത്, അപ്പോൾ അവൻ്റെ കുറേ വീഡിയോസ് ഭയങ്കര ഫേമസ്. അവൻ്റെ കുറേ കൈ ആ കെട്ടിയിട്ട കൈയേറ്റ് തന്നെ വേറെ കുറേ ഒരു കഥയില്ലേ സ്വഹാബിന്റെ എന്താണ് അമ്പു വരുമോ ഞാൻ നമസ്കരിക്കുമ്പോൾ നിങ്ങളെ അമ്പു ഉരിക്കും എന്നുള്ളത്. അപ്പോൾ ഞാൻ ഇന്ന് റീലാണ്ട് ഒരു വീഡിയോ എന്ന് വെച്ചാൽ ഒരു കണ്ണില്ലാത്തൊരാള് ഖുർആൻ ഓതുകയാണ്. നോക്കുമ്പോൾ അതിൻ്റെ ഇപ്പുറത്ത് 2 കാല് നഷ്ടപ്പെട്ട ഒരു ചെറിയ കുട്ടിയും. അപ്പോൾ കുട്ടി ഇങ്ങനെ എന്താണ് ഭയങ്കര സങ്കടത്തോടെ കരഞ്ഞോണ്ടിരുന്നുള്ള ഫലസ്തീനിലുള്ള. അപ്പോൾ ആ കാലിങ്ങനെ തടയിക്കൊണ്ട് മൂപ്പരിങ്ങനെ കണ്ണില്ലാത്ത ആള് ഇങ്ങനെ ആയത്തെക്കുറിച്ച് ഇങ്ങനെ ഓതിക്കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ കുട്ടി ഇങ്ങനെ മെല്ലെ ഉറങ്ങിപ്പോകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് അതായത് ഇവർ ശരിക്ക് ഖുറാൻ ഇങ്ങനെ നമ്മളിങ്ങനെ മാസ് മെമ്മറൈസേഷൻ എല്ലാവരും ഇഫ്ലു പഠിക്കുന്നു. ഇഫ്ലു പഠിക്കുക മാത്രമല്ല അതിങ്ങനെ ഉള്ളിക്കണ്ട് ഇറക്കി എടുത്തേക്കാണ് ആഴത്തിൽ. ഉദാഹരണം പറയും, ഈ റസായിലുൽ ഖുർആൻ ഇപ്പോൾ വായിക്കാൻ പറ്റാത്തവരുണ്ടാവും അറബിയിലൊക്കെ. ഞാൻ ഒറ്റ ഉദാഹരണം, ഒരു കഥ മലയാളം ട്രാൻസ്ലേഷൻ, മലയാളത്തിൽ ട്രാൻസ്ലേഷൻ അല്ല, അതിങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പുറത്തിറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബുക്കായിട്ട് വന്നിട്ടില്ല, സ്വാഭാവികമായിട്ട് കംപ്ലീറ്റ് ആവും, ബുക്കാവും. ഒരായത്ത് മാത്രം മൂപ്പർ വിശദീകരിക്കുന്നത് ഇങ്ങനെ പറയാം. അപ്പോൾ അതിങ്ങനെ ഇതിൻ്റെ ഒരു നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും നോക്കാലും. വറസൂലല്ലം നഖ്സുസുഹും അലൈക്ക് എന്ന് പറയുന്ന ഒരു ആയത്തുണ്ട് വിശുദ്ധ ഖുർആനിൽ. വറസൂലല്ലം നഖ്സുസുഹും അലൈക്ക്, പ്രവാചകന്മാരിൽ നിന്നോട് പറയാത്തതായിട്ടുള്ള പ്രവാചകന്മാരും ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതായത് നമ്മളറിയാതെ 1,00,000 പരം പ്രവാചകന്മാർ വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അവരെ കുറിച്ച് ഒരു ഐഡിയ നമുക്കില്ല. ഓരോന്നും എത്ര വലിയ ത്യാഗമോ എത്ര വലിയ ദൗത്യമോ ചെയ്തിട്ടുണ്ടാവും, പക്ഷെ അവരെ കുറിച്ചൊന്നും ഒരു ഡീറ്റെയിലും ഖുർആനിലില്ല. അപ്പോൾ മൂപ്പര് വിശദീകരിക്കുകയാണ്, ഇന്ന ജഹലൻ നാസി ഫളക ഫലാ തബ്തയിസ്, ആളുകൾക്ക് നിന്നെക്കുറിച്ച് അറിയാതിരിക്കുക എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ഒരു നിയമത്താണ്. ഗസക്കാരെ സംബന്ധിച്ച് ഓൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. യക്ഫി അന്നല്ലാഹ യഅലമു മൻ അൻത, അള്ളാഹുവിനെ എന്നെക്കുറിച്ച് അറിയാന്നുള്ളത് മാത്രം മതി. അവിടെ ലൻ യസീദ ഷൈഅൻ ഫീ മീസാനി നൂഹ് അലൈഹിസ്സലാം അന്നനാ അറഫ്നാ, നമ്മളെന്തെങ്കിലും അറിഞ്ഞില്ല എന്നുള്ളത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മീസാനിൽ ഒരു മാറ്റവും വരുത്താൻ പോകുന്നില്ല. ഒരുപാട് ചരിത്രങ്ങൾ പറയാം. ഹാറൂൺ റഷീദിൻ്റെ പടയാളികളിൽ ആയിരക്കണക്കിന് ആളുകളുണ്ടായിരുന്നു, ആയിരക്കണക്കിന് ഷഹീദുകളുണ്ടായിരുന്നു. അവരുടെ പേരൊന്നും ചരിത്രത്തിൽ എവിടെയില്ല. അങ്ങനെ ഇസ്ലാമിന് വേണ്ടി ത്യാഗം വരിച്ച, മരണപ്പെട്ട, ഷഹീദായ ലക്ഷക്കണക്കിന് ആളുകൾ ചരിത്രത്തിലുണ്ട്. എവിടെയില്ല. നമ്മളെ പേര് നമ്മൾ ആഗ്രഹിക്കുകയാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴത്തേനും നമ്മളെ പേര് എവിടെങ്കിലൊക്കെ വരണം, ആരെങ്കിലുമൊക്കെ കാണണം എന്ന് ആഗ്രഹിക്കുകയാണ്. ഫലസ്തീനികളെ സംബന്ധിച്ചിടത്ത് ആലോചിച്ച് നോക്കി, ആയിരക്കണക്കിന് ആളുകൾ ഇങ്ങനെ മരണപ്പെടുക. അവരെ സംബന്ധിച്ച് എത്ര സ്വാതന്ത്ര്യം ഉണ്ടോ ഈ ആയത്ത് കേൾക്കുമ്പോൾ. അള്ളാഹു പറഞ്ഞാൽ മതി, ഈ ചെയ്യുന്നത്, സഹിക്കുന്നത്, ഈ ത്യജിക്കുന്നതൊക്കെ അള്ളാഹു കണ്ടാൽ മതി, അള്ളാഹു പ്രതിഫലം നൽകും എന്നുള്ള ഒരു അർത്ഥമാണ് ഈ ആയത്ത് ഓൽക്ക് കൊടുക്കുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരുപാട് അർത്ഥം തരും. നമ്മളിപ്പോൾ വലുതായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ അപ്രിസിയേഷൻ കിട്ടിയില്ലെങ്കിൽ ഇടങ്ങാറാവും, ഉണ്ടാവലുണ്ട്. പിന്നീട് അത് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ കുറഞ്ഞു. പക്ഷെ ഏറ്റവും വലിയ അപ്രിസിയേഷൻ എന്താണ്? അള്ളാന്റെ അള്ളാഹ് കണക്കിൽ എഴുതിയിട്ടുണ്ടെന്നുള്ളതാണ്. ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണക്ട് ചെയ്യാൻ പറ്റും, എല്ലാവർക്കും റിഫ്ലക്ട് ചെയ്യാൻ പറ്റും. ആ പുസ്തകത്തിൽ അങ്ങനത്തെ കുറെ കണക്ട് ചെയ്യാൻ പറ്റുന്ന